ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനം തുടരുന്നു. രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പെൺകുട്ടികൾക്കായി സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് രാഷ്ട്രപതി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രൂണൈ കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ നിലയിലെന്ന് ലോകബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ലോകബാങ്ക് പ്രവചനം. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ഏകകണ്ഠമായി പാസാക്കി പശ്ചിമബംഗാൾ നിയമസഭ. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് നൽകുന്ന അടിയന്തര സഹായം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. പാരീസ് പാരാലിമ്പിക്സിൽ 6ാം ദിവസവും മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ. അത്ലറ്റിക്സിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ ഇന്ന് ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മുംബൈയിൽ മഹാരാഷ്ട്ര നിയമസഭാ കൌൺസിലിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. പൂനെയിലെ സിംബയോസിസ് കൽപ്പിത സർവകലാശാലയുടെ 21ാമത് ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുത്തു. രാഷ്ട്ര വികസനത്തിന്റെ അവിഭാജ്യ ഘടകമായ പെൺകുട്ടികൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ലിംഗസമത്വത്തിന് ഊന്നൽ നൽകിയുള്ള സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രൂണൈയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ബ്രൂണൈയിലെ കിരീടാവകാശിയും മുതിർന്ന മന്ത്രിയുമായ ഹാജി അൽ മുഹ്തദി ബില്ലയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസൻ അൽ ബോൾക്കിയയുമായും രാജകുടുംബത്തിലെ മറ്റ് പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്. ബ്രൂണൈയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുതിയ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ബ്രൂണൈ ഉഭയകക്ഷി ബന്ധത്തിന്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ശ്രീ മോദിയുടെ സന്ദർശനം. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകളിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി നാളെ സിംഗപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂരിലെ വ്യവസായ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ നിലയിലെന്ന് ലോകബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ലോകബാങ്ക് പ്രവചിച്ചു. നേരത്തെ ഇത് 6.6% ലോകബാങ്കിന്റെ വിലയിരുത്തൽ. സ്വകാര്യ ഉപഭോഗം, നിക്ഷേപം തുടങ്ങിയ ഘടകങ്ങളിലൂടെ മികച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ലോകബാങ്കിന്റെ പ്രവചനം. ഇന്ത്യയുടെ GDP വളർച്ച 7% അന്താരാഷ്ട്ര നാണ്യനിധിയും നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ സജ്ജീകരണം വർദ്ധിപ്പിക്കുന്നതിനായി 1,40,000 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ ഫ്യൂച്ചർ റെഡി കോംബാറ്റ് വെഹിക്കിൾസ്, എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാറുകൾ, ഡോർണിയർ 228 വിമാനങ്ങൾ, നെക്സ്റ്റ് ജനറേഷൻ ഫാസ്റ്റ് പെട്രോൾ, ഓഫ് ഷോർ പെട്രോൾ വെസലുകൾ എന്നിവ വാങ്ങുന്നതിന് അനുമതി നൽകി. ഇന്ത്യയെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. റോഡുകളിൽ പൌരന്മാരുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ടണലിംഗ് ഇന്ത്യയുടെ 2ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. മഴ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയിൽ നിന്ന് റോഡുകളെ സംരക്ഷിക്കുന്നതിന് ചെലവ് കുറഞ്ഞ ശാശ്വത പരിഹാരങ്ങളുടെ ആവശ്യകത ശ്രീ ഗഡ്കരി എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ആനുകൂല്യങ്ങൾ പിന്നാക്കാവസ്ഥയിലുള്ള തൊഴിലാളികൾക്കും ലഭ്യമാക്കാനുള്ള നീക്കത്തിന് തുടക്കമിട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. കുടിയേറ്റ തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, സിനിമാ തൊഴിലാളികൾ, മറ്റ് അസംഘടിത തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് തൊഴിൽ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു. അർഹരായ ഗുണഭോക്താക്കൾക്ക് 2 കോടി അധിക വീടുകൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന അപരാജിത വുമൻ ആൻഡ് ചൈൽഡ്
ബിൽ പശ്ചിമ ബംഗാൾ നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. ശബ്ദ വോട്ടിലൂടെയാണ് ബില്ല് പാസാക്കിയത്. കഴിഞ്ഞ മാസം കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. കൂട്ടബലാത്സംഗം, ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി ആവശ്യപ്പെടുന്നതാണ് ബില്ല്. നിയമസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ ഇനി ബംഗാൾ ഗവർണറിന്റെയും തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും അംഗീകാരത്തിനായി അയക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് നൽകുന്ന അടിയന്തര സഹായവും വാടകയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. വാടക ഇനത്തിൽ നൽകുന്ന 6,000 രൂപയും താൽക്കാലിക ആശ്വാസമായി നൽകുന്ന 10,000 രൂപയും അപര്യാപ്തമാണെന്ന് ശ്രീ രാഹുൽ ഗാന്ധി കത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ PV അൻവർ MLA മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയതായി MLA പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നതായും ശ്രീ PV അൻവർ വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കി. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡൽഹി സർവകലാശാലയിലെ തമിഴ് വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്ത കേന്ദ്ര സഹമന്ത്രി സർവകലാശാലയിൽ തമിഴ് ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി പുതിയ ഡിപ്പാർട്ട്മെന്റും ഗവേഷണ കേന്ദ്രവും സൃഷ്ടിക്കണമെന്ന് ഉപരാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. മറ്റ് കോളേജുകളിലും തമിഴ് പഠിപ്പിക്കാൻ പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും അതുവഴി രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് തമിഴ് ഭാഷ പഠിക്കാൻ അവസരമുണ്ടാകുമെന്നും ശ്രീ മുരുകൻ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ ഇന്ന് സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 9 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബസ്തർ ഡിവിഷനിലെ ദന്തേവാഡ, ബിജാപൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CRPF, DRG സംയുക്ത സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പാരീസ് പാരാലിമ്പിക്സിൽ 6ാം ദിവസവും മെഡൽ പ്രതീക്ഷകൾ ഉയർത്തി ഇന്ത്യ. പാരാ അത്ലറ്റിക്സിൽ ഇന്ന് പുരുഷന്മാരുടെ ഹൈജംപ് T63 വിഭാഗം ഫൈനലിൽ മാരിയപ്പൻ തങ്കവേലു, ശരത് കുമാർ, ശൈലേഷ് കുമാർ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ A46 വിഭാഗം ഫൈനലിൽ അജിത് സിംഗ്, റിങ്കു, സുന്ദർ സിംഗ് എന്നീ താരങ്ങളും കളത്തിലിറങ്ങും. പാരാഷൂട്ടിംഗിൽ വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് SH1 വിഭാഗം ഫൈനലിൽ മോന അഗർവാളും അവനി ലേഖരയും മത്സരിക്കുന്നുണ്ട്. 3 സ്വർണവും 5 വെള്ളിയും 7 വെങ്കലവും ഉൾപ്പെടെ ആകെ 15 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 15ാം സ്ഥാനത്താണ്. US ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, അൽദില സുജാതി സഖ്യം സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടറിൽ മാത്യു എബ്ഡൻ, ബാർബുറ ക്രെജിക്കോവ സഖ്യത്തെയാണ് ഇന്ത്യ-ഇന്തോനേഷ്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ ഇരുവരും അമേരിക്കൻ സഖ്യത്തെ നേരിടും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റ് മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മധ്യപ്രദേശിൽ നിന്നാണ് ശ്രീ ജോർജ് കുര്യൻ BJPയുടെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 3 ദിവസമായി ആന്ധ്രയിൽ വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ വിപുലമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ ദുരിതബാധിതർക്ക് അവശ്യ സഹായവും പിന്തുണയും നൽകാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് വിജയവാഡയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഭക്ഷ്യവിതരണത്തിനായി 6 ഹെലികോപ്റ്ററുകളും 30 ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിരുന്നു. അറബിക്കടലിന്റെ ചില ഭാഗങ്ങൾ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയ ഇടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയ കേന്ദ്ര ജല കമ്മിറ്റിയുടെ തീരുമാനം ഏറെ ആശ്വാസം നൽകുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് സംസ്ഥാന നയമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനം തുടരുന്നു. രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പെൺകുട്ടികൾക്കായി സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് രാഷ്ട്രപതി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രൂണെ കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ നിലയിലെന്ന് ലോകബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ലോകബാങ്ക് പ്രവചനം. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ഏകകണ്ഠമായി പാസാക്കി പശ്ചിമ ബംഗാൾ നിയമസഭ. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് നൽകുന്ന അടിയന്തര സഹായം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. പാരീസ് പാരാലിമ്പിക്സിൽ 6ാം ദിവസവും മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ.
അത്ലറ്റിക്സിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ ഇന്ന് ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.